രണ്ടാമത്തെ ദിവസം ഞാന് നൂൽപുട്ടേനു ഉണ്ടാക്കിയത് ട്ടോ. നൂൽപുട്ടാകുമ്പോ കുറേ നേരം കുഴക്കേണ്ട ആവശ്യമില്ലല്ലോ. പെട്ടെന്നാവുമല്ലോ. അപ്പൊ അതുകൊണ്ടങ്ങനെ നൂൽപുട്ടുണ്ടാക്കി. നൂൽപുട്ട് ഇതുപോലെ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ വേഗം റെഡിയാക്കി വെച്ചീനുട്ടോ. അതാകുമ്പോ പിന്നെ സുഖാണല്ലോ. പിന്നെ ഇങ്ങനെ അതിനനുസരിച്ച് വെച്ചെടുത്താ മതിയല്ലോ. ഇതാണ് കുറച്ചൊരു സമയം പിടിക്കുമെങ്കിലും പക്ഷെ എനിക്ക് ചിലപ്പം പത്തിരിനേക്കാളും എളുപ്പം തോന്നുക നൂൽപുട്ടാണ് ട്ടോ. പിന്നെ രണ്ടാമത്തെ ദിവസം മുതൽ എന്നും നൗഫ്‌ക തന്നെ വണ്ടിയിലാക്കി തരല് ട്ടോ. അങ്ങനെ എന്തായാലും അൽഹംദുലില്ലാഹ് ഫസ്റ്റ് ദിവസം കഴിഞ്ഞപ്പോ തന്നെ പിന്നെ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടിയ പോലെ ആയിട്ട് പിന്നെ ഒരു പ്രശ്നം തോന്നിയില്ല. പിന്നെ ഒരു സമാധാനം പോലെയേനു ട്ടോ. അന്നത്തെ ദിവസം ചായക്ക് പഴംപൊരിയേനു ട്ടോ. അങ്ങനെ അന്നത്തെ ദിവസവും കഴിഞ്ഞു. മൂന്നാമത്തെ ദിവസം പത്തിരിയേനു ഉണ്ടാക്കിയത്. അപ്പൊ അതിനുള്ള മാവ് അവിടെ കുഴച്ച് വെച്ച് പിന്നെ കാലിച്ചായക്കും വേണ്ടിയിട്ട് ഞാൻ പഴം വാട്ടിയിട്ടുണ്ടേനു ട്ടോ. പഴം ഇതുപോലെ നല്ല ഇങ്ങനെ ഞെരിഞ്ഞിട്ടുള്ള കുറച്ചൊരു കരിഞ്ഞ ടൈപ്പ് ഉണ്ടാവല്ലോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടം ട്ടോ. അപ്പൊ ഈ മൊത്തം പഴം എനിക്കല്ല ട്ടോ. ഞാനത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് വാട്ടി വെച്ചതിലും അതിന്ന് കുറച്ചെടുത്ത് കഴിച്ചു. അപ്പൊ അന്ന് ചായക്ക് ഇതാ പൊരിച്ച പത്തിരിയേനു ട്ടോ. ഇത് ഹോം മെയ്ഡ് ചായയാണ് ട്ടോ. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റിന് ചായക്ക് ട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റേനു ട്ടോ. പിന്നെ നാലാമത്തെ ദിവസം ഇഡ്ഡലിയേനു ചായക്ക് ഉണ്ടാക്കിയത് ട്ടോ. അങ്ങനത്തതൊക്കെ ആകുമ്പോൾ വേഗം പണി കഴിയുമല്ലോ. പിന്നെ എനിക്ക് കാലിച്ചായക്ക് വേണ്ടിയിട്ട് ഞാൻ ബുൾസൈ ആക്കിയിട്ടുണ്ടേനു ട്ടോ. ഞാൻ ബുൾസൈ ആക്കുമ്പോൾ നോർമലി ഇങ്ങനെ 2 സൈഡും ഒന്ന് ജസ്റ്റ് മറിച്ചിടും ട്ടോ. ഇങ്ങനെ ആ ഒരു വേവാത്ത ഭാഗമുണ്ടല്ലോ അത് കഴിക്കുമ്പോൾ എന്തോ പോലെ. അപ്പോൾ അങ്ങനെ കുറച്ചൊന്ന് വെന്താലും ഒരു രസമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ട്ടോ ഞാൻ അങ്ങനെ ആക്കിയിട്ടാണ് ബുൾസൈ ചെയ്യല്. ഇവിടെ സെന്ററിൽ 5ഉം 7ഉം മാത്രമേ ഉള്ളത് ട്ടോ. 10ാം ക്ലാസ് ഇല്ലേനും. ഏകദേശം 40ന്റെ മേലെ ഒരു 60ന്റെ അടുത്തോളം കുട്ടികൾ ഉണ്ടേനു ട്ടോ. പിന്നെ അന്ന് ചായക്ക് ഇതാ പൊരിച്ച പത്തിരിയും ഉള്ളിവടയൊക്കെയാണ് ട്ടോ. പിന്നെ ഓരോ ദിവസം എക്സാം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. പേപ്പറിൻ്റെ കാര്യം എണ്ണമൊക്കെ അതൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമായിട്ട് ഞങ്ങൾ അവിടുന്ന് പോവല്. അതുപോലെ തന്നെ പേപ്പറിൻ്റെ പുറത്ത് ഞങ്ങൾ 2 ഇൻവിജിലേറ്റേഴ്സും സൈൻ ചെയ്യണം. അത് അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് സൈൻ ചെയ്യേണ്ടത്. അങ്ങനെ കുറച്ച് കണ്ടീഷൻസും റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ട്ടോ. പിന്നെ എക്സാം സെന്ററിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം ഞങ്ങൾ സിവി കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ സ്കൂളിലും പോവാട്ടോ. ആ ഒരു ഏരിയയിലുള്ള കുറച്ച് മാക്സിമം ഞങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് പറ്റുന്നിടത്തോളം സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു ട്ടോ. അങ്ങനെ 5ാമത്തെ ദിവസം കാലിച്ചായ എല്ലാം കഴിഞ്ഞ് അന്ന് നൂൽപുട്ടേനു ഉണ്ടാക്കിയത് ട്ടോ. പിന്നെ എക്സാം ഹാളിൽ ഞാൻ തീരെ ഇരിക്കലന്നെ ഇല്ലേനു ട്ടോ. കാരണം കംപ്ലീറ്റ് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് നമുക്കൊക്കെ എന്തെങ്കിലും ഡൗട്ടുള്ള ക്ലിയർ ചെയ്യലും, പിന്നെ ചിലപ്പോൾ ഒരു രജിസ്റ്റർ നമ്പർ വരെ തെറ്റിച്ചൊക്കെ പല അങ്ങനത്തെ ഓരോന്നൊക്കെ കാണുമ്പം അതൊക്കെ ക്ലിയർ ആക്കി കൊടുക്കലും. നമ്മൾ 2 ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഞാനേനും കുട്ടികൾ എഴുതുന്ന ആ ഒരു ആൻസർ ഷീറ്റിലും മെയിൻ ഷീറ്റിലെല്ലാം ഡെയിലി സൈൻ ചെയ്യല്. പിന്നെ മറ്റേ ആൾ എന്ത് ചെയ്യും കുട്ടികൾക്ക് സൈൻ ചെയ്യേണ്ട അറ്റൻഡൻസ് ഷീറ്റ് ഉണ്ട്. അതിൽ അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കും. എക്സാം കഴിഞ്ഞാൽ ആൻസർ ഷീറ്റ് ഈ ഒരു കവറിൻ്റെ അകത്ത് വെക്കുക ട്ടോ. ആ കവറിൻ്റെ പുറത്ത് ഇൻവിജിലേറ്റർ ദാ ഇതുപോലാണ് സൈൻ ചെയ്യുക. ഈ ഒരു സെന്റർ ഭാഗത്തായിട്ട്. പിന്നെ അന്നത്തെ ദിവസം പഴംപൊരിയേനും ചായക്ക് ട്ടോ. പിന്നെ ലാസ്റ്റ് ദിവസം അതായത് 6ാമത്തെ ദിവസം അന്ന് പൂരിയേനു ഉണ്ടാക്കിയത്. നമുക്കൊരു ബുധനാഴ്ചയാണ് എക്സാം തുടങ്ങിയത്. പിറ്റേത്തെ ആ ഒരു ബുധനാഴ്ച ആകുമ്പോഴത്തേക്കും എന്നാണ് എക്സാം കഴിയണത്. അപ്പൊ അന്ന് ഞാന് പിന്നെ കുറച്ച് എള്ളുണ്ടൻ്റെ പേക്കും എടുത്തിട്ടുണ്ടായിന് ട്ടോ. അവിടെയുള്ള ഇൻവിജിലേറ്റേഴ്സിന് കൊടുക്കാനും വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാല് ഈ ദിവസം പെട്ടെന്ന് പോയത് അന്നാണ് ഇങ്ങനെ തോന്നിയത് ട്ടോ. അപ്പൊ അതുകൊണ്ടന്നെ ലാസ്റ്റ് ദിവസം ആയപ്പോഴത്തേക്കും മക്കളൊക്കെ നമ്മളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിനു ട്ടോ. എക്സാം കഴിഞ്ഞതിന് ശേഷം അവരൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടേനും. സലാം പറഞ്ഞ് പോയി. ഇതൊന്നും വീഡിയോ എടുത്തിട്ടില്ലേനും.
പിന്നെ ഞങ്ങൾക്കൊരു സങ്കടം പോലെ. ഇപ്പൊ നമ്മളിങ്ങനെ മക്കളോട് എല്ലാ കാര്യവും പറഞ്ഞ്, നമ്മളിങ്ങനെ പിന്നെ സീരിയസ് ആയി നിക്കുന്നത് ഇതുകൊണ്ടാ കാണിട്ട് നമ്മളൊരു ഡ്യൂട്ടിയാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. പിന്നെ അപ്പൊ അവര് പറയ്ണ്ട് ഇല്ല ഞങ്ങൾ അത്ര സ്ട്രിക്റ്റ് ഒന്നും അല്ലേനും പാവാണെന്നൊക്കെ അവര് പറഞ്ഞത്. ശരിക്കും എനിക്ക് തോന്നുന്നു ഞാനൊക്കെ കുറച്ച് ഓവറായോന്ന്. കാരണം തീരെ മക്കളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാന് സമ്മതിക്കാണ്ട് എന്നാലും അങ്ങനെ വഴക്കൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ നോക്കും. പിന്നെ എക്സാം ഹാളായിട്ട് പൊതുവെ അങ്ങനെയാണല്ലോ ഭയങ്കര സൈലന്റ് ആണല്ലോ ഉണ്ടാവാ. അപ്പൊ അതുകൊണ്ട് പിന്നെ മക്കളെല്ലാം ഭയങ്കര ഡിസിപ്ലിൻ ആയിക്കോട്ടെ അല്ലെങ്കില് പറയുന്നതൊക്കെ കറക്റ്റ് അനുസരിച്ചിട്ടുണ്ട്. അവരെക്കൊണ്ട് യാതൊരു ഇതുമില്ല. എന്നിട്ട് നല്ല മക്കളേനു ഏതായാലും. ലാസ്റ്റ് ദിവസം സമൂസേനു ട്ടോ. ഇന്നത്തെ ദിവസം എക്സാം കഴിഞ്ഞ് വരുമ്പോ ഞാന് എന്നും കാണുന്നൊരു കടണ്ട് ഐശ്വര്യതിന്റെ. അപ്പൊ ലാസ്റ്റ് ദിവസായോണ്ട് അന്ന് അത് വാങ്ങിട്ടേനു വന്നത് ട്ടോ.